അപ്പോൾ ഈ കുളിയൊക്കെ കഴിഞ്ഞ് ഫ്രഷ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് വെറുതെ പറയണല്ല, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് ഒരു ഉറക്കവും കൂടി ആയിക്കഴിഞ്ഞാൽ നമ്മൾ ഒരാഴ്ചത്തെ എനർജി സേവ് ചെയ്തു എന്നാണ് തോന്നുന്നത്. ഹലോ ഗായ്സ്, ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ എങ്ങനെ നമുക്ക് നമ്മുടെ ബോഡി മെയിൻറ്റെയിൻ ചെയ്യാം. അപ്പോൾ നമ്മൾ ചിന്തിക്കും, നമ്മൾ എല്ലാ ദിവസവും കുളിക്കുന്നുണ്ടല്ലോ, നമ്മൾ ഫ്രഷ് ആവണുണ്ടല്ലോ, പോരാ, നമുക്ക് വേണ്ടി നമ്മൾ ഒരു ദിവസം മാറ്റി വയ്ക്കുക. നമ്മൾ എല്ലാ തിരക്കുകൾക്കും ഇടയിലും എല്ലാവർക്കും വേണ്ടി എല്ലാം ചെയ്യാറില്ലേ. അപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം 2 മണിക്കൂർ നമുക്ക് വേണ്ടി മാറ്റി വയ്ക്കുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നൊക്കെ ഒന്ന് ഗ്ലോ ചെയ്യിപ്പിച്ച് നമ്മുടെ ഹെയറൊക്കെ ഒന്ന് ക്ലിയർ ആക്കി നമുക്ക് അത്യാവശ്യം ഒരു സുന്ദരിയായിട്ടിരിക്കണ്ടേ. അപ്പോൾ എന്തൊക്കെ ചെയ്താലും നമുക്ക് നമ്മുടെ ബോഡി മെയിൻറ്റെയിൻ ചെയ്യാം. നിങ്ങൾ ബോഡി കെയർ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. എന്നിട്ട് ആഴ്ചയിലൊരിക്കൽ നിങ്ങൾ കുളിക്കുന്ന മെത്തേഡ് നിങ്ങൾ ഈ ഒരു രീതിയിലാക്കി നോക്കൂ. നമ്മുടെ സ്കിന്നൊക്കെ ഗ്ലോ ആയി വരുന്നതും നമ്മുടെ ഫേസിന് മാറ്റം വരുന്നതൊക്കെ നമുക്ക് തന്നെ അറിയാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കണ്ടതിന് ശേഷം നിങ്ങൾ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്തിട്ട് ജസ്റ്റ് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഒരു കംപ്ലീറ്റ് ബോഡി ക്ലീനിങ് എന്ന് പറയുമ്പോൾ നമുക്ക് ഹെയറിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ എല്ലാവരുടെയും സംശയം ഏത് ഓയിലാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടതെന്നല്ലേ. നമ്മുടെ കയ്യിൽ ഏത് ഓയിലാണോ ഉള്ളത് അത് തന്നെ നമ്മൾ യൂസ് ചെയ്യുക. ചില ആൾക്കാർ കാച്ചിയ എണ്ണയായിരിക്കും യൂസ് ചെയ്യുന്നത്, ചിലർ സാധാ വെളിച്ചെണ്ണയായിരിക്കും യൂസ് ചെയ്യുന്നത്. എൻ്റെ കയ്യിൽ സാധാ വെളിച്ചെണ്ണയാണുള്ളത്. അപ്പോൾ ആ എണ്ണ ഒന്ന് ചൂടാക്കിയിട്ട് അതെങ്ങനെയാണ് നമുക്ക് മസാജ് ചെയ്യേണ്ടതെന്ന് ഒന്ന് കാണിച്ചു തരാം. ഇപ്പം നമ്മൾ ഓയിൽ മസാജ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണേ. ദേ നല്ല വെളിച്ചെണ്ണ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയതാണ്. നമ്മളിപ്പോൾ ഓയിൽ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ജസ്റ്റ് നമുക്ക് മുടി ഒന്ന് കോംബ് ചെയ്യാം. എപ്പോഴും ഓയിൽ മസാജ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾക്ക് ബാക്ക് കോംബ് ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ നമുക്ക് മുടി ജസ്റ്റ് ഒന്ന് അഴിച്ചതിന് ശേഷം ബാക്ക് കോംബ് ചെയ്യാം. അത്യാവശ്യം മുടി നോക്കാനൊക്കെ നല്ല മടിയുള്ള കൂട്ടത്തിലായിരുന്നു ഞാൻ. അതിൻ്റെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ ദേ ഹെയർ ഫോളിങ് തുടങ്ങി, ഇവിടെ കുറേ പോയി, അത്യാവശ്യം തലയോട്ടിന്ന് മുടിയൊക്കെ പോയിട്ടുണ്ട്. ഇപ്പം നല്ല ടെൻഷനാണ്. ഇപ്പം എങ്ങനെ എൻ്റെ മുടി നോക്കാമെന്ന് ഞാൻ കാര്യമായി ഗവേഷണം നടത്തുന്നുണ്ട്. അതിൻ്റെ ടിപ്സൊക്കെ ഞാൻ വേറൊരു വീഡിയോയിൽ പറഞ്ഞു തരാവേ. നമുക്ക് എന്തായാലും കോംബ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ മുടിയെല്ലാം ഇങ്ങനെ പിടിച്ച് നേരെ പുറകിലോട്ടിട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ചീകാവേ. നമ്മൾ ഈ ബാക്ക് കോംബ് ചെയ്യണതിൻ്റെ ഗുണം എന്താന്ന് പറഞ്ഞാൽ നമുക്ക് തലയോട്ടിയിൽ അത്യാവശ്യം നല്ല ബ്ലഡ് സർക്കുലേഷൻ കിട്ടും. അതുപോലെ തന്നെ നമുക്ക് താരനൊക്കെ ഉണ്ടെങ്കിൽ ഈ ബാക്ക് കോംബ് ചെയ്യുമ്പോൾ അത് റിമൂവ് ആവും. പിന്നെ നമ്മൾ ഒരു ഓയിൽ മസാജ് കൂടെ ചെയ്യുമ്പോൾ നമ്മുടെ സ്കാൽപ്പൊക്കെ നല്ല ക്ലീൻ ആവും കേട്ടോ. ഇനി നമുക്ക് ജസ്റ്റ് ഓയിൽ പുരട്ടാവേ. നമ്മൾ ഓയിൽ പുരട്ടുമ്പോൾ നമ്മൾ ഓയിൽ എടുത്തിട്ട് നമ്മുടെ ഫിംഗേഴ്സ് ഒന്ന് ഡിപ്പ് ചെയ്യണം കേട്ടോ. ഒന്ന് ഡിപ്പ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് തലയോട്ടിയിൽ ഇങ്ങനെ ഒന്ന് തേക്കാം. നമുക്ക് പണ്ട് കാലത്താണെങ്കിൽ നമ്മുടെ അമ്മയൊക്കെ എപ്പോഴും നമ്മളെ എണ്ണ തേച്ചൊക്കെ കുളിപ്പിക്കാറുണ്ട്. ഇന്ന് നമ്മൾ അത്യാവശ്യം വലിയ കുട്ടികളൊക്കെ ആയപ്പോൾ നമുക്ക് നല്ല ഫാഷനാണ്. നമ്മൾ എപ്പോഴും ഷാമ്പു വാഷ് ചെയ്യും, എണ്ണ തേക്കാനൊക്കെ മടിയാണ്. എണ്ണയുടെ അംശം ഇരുന്നാൽ തന്നെ നമ്മളെന്താ അയ്യോ എണ്ണയോ എന്ന് പറഞ്ഞൊക്കെ കഴുകിക്കളയും കേട്ടോ. ഇത് പറഞ്ഞാൽ നമ്മൾ ആഴ്ചയിൽ ഒരു 2 ദിവസമെങ്കിലും ഓയിൽ മസാജ് ചെയ്യണം കേട്ടോ. ഈ ഓയിൽ മസാജ് ചെയ്യുമ്പോൾ നമ്മുടെ മുടിക്കൊക്കെ നല്ലൊരു തിളക്കവും നമ്മുടെ മുടിയുടെ ടെക്സ്ചറൊക്കെ ഒന്ന് മാറി കിട്ടുവേ. ഇനി നമുക്ക് കുറച്ച് കയ്യിലെടുത്തിട്ട് മുടിയിൽ കൂടെ ഒന്ന് തേച്ച് കൊടുക്കാവേ. മതി കേട്ടോ. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതിനെ മസാജ് ചെയ്യാം. ഞാൻ മസാജിങ്ങിന് പകരം ഞാനിങ്ങനെ ചെയ്യുന്നതേ നമ്മുടെ ഫിംഗേഴ്സ് വച്ചിട്ട് ജസ്റ്റ് നമ്മളിങ്ങനെ എന്താ ചൊറിയുന്ന ഒരു ഫീലിംഗ് ഇല്ലേ, അതുപോലെ ഇങ്ങനെ സ്കാൽപ്പിലാക്കും കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ടൊരു റിലാക്സേഷൻ കിട്ടുമേ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക്. അതുപോലെ തന്നെ ഈ സ്കാൽപ്പിലുള്ള താരനൊക്കെ പോവാനേ ഈ ഒരു മെത്തേഡ് നല്ലതാണേ. ഇത് നമ്മളൊരു കംപ്ലീറ്റ് ഓയിൽ മസാജ് ഒന്നും അല്ല ചെയ്യുന്നത്. നമ്മൾ ജസ്റ്റ് ഒന്ന് ഓയിൽ അപ്ലൈ ചെയ്ത് നമ്മളെ സ്കാൽപ്പൊക്കെ ഒന്ന് ക്ലീൻ ആക്കുകയാണ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ജസ്റ്റ് ഒന്ന് നമ്മൾ
ഹെയറൊക്കെ ഇങ്ങനെ മസാജ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ചീകാം കേട്ടോ. എൻ്റെ എളുപ്പത്തിനുള്ള വഴി ഇതാണ്. ഇങ്ങനെ ചീകുമ്പം തന്നെ നമുക്ക് കുറച്ച് ബ്ലഡ് സർക്കുലേഷൻ വരുമല്ലോ. ഇനി നമുക്ക് ഹെയർ ഒന്ന് കെട്ടി വെക്കാവേ. ഓക്കെ, അപ്പം നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മുടെ കാല് നമുക്കൊന്ന് ക്ലീൻ ആക്കാവേ. എന്തായാലും കാല് ക്ലീൻ ആക്കാൻ പോയല്ലേ. അപ്പോൾ എൻ്റെ കാലിൽ അത്യാവശ്യം ഹെയർ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ വാക്സ് സ്ട്രിപ്പ് വെച്ച് നമ്മൾ ഹെയറൊക്കെ ഒന്ന് റിമൂവ് ചെയ്തിട്ട് ക്ലീൻ ആക്കാം. അപ്പോൾ കാലിന് കുറച്ചുകൂടെ ഒരു ഭംഗി കിട്ടുമല്ലോ. അപ്പോൾ നമ്മളൊരു സ്ട്രിപ്പ് എടുത്തിട്ടുണ്ട്. നമുക്കിനി ജസ്റ്റ് ഇതിനെ ഒന്ന് ഇങ്ങനെ റബ്ബ് ചെയ്ത് ചൂടാക്കാം കേട്ടോ. അപ്പോൾ ഗമ്മൊക്കെ എല്ലായിടത്തും ഈക്വലായിട്ടാകും. അപ്പോൾ നമുക്ക് വലിച്ചെടുക്കുമ്പോൾ നല്ല സുഖമായിരിക്കും, നല്ല സുഖമായിരിക്കും. അത് നമ്മൾ ഫസ്റ്റ് ടൈമൊക്കെ എടുക്കുമ്പോൾ വേദന കൊണ്ട് നന്നായിട്ട് ഞാൻ വിളിച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഇപ്പം നമ്മൾ എടുത്ത് ശീലമായപ്പോൾ എനിക്ക് അത്രത്തോളം ഒന്നും ഫീൽ ചെയ്യാറില്ല. പിന്നെ ഈ വാക്സ് സ്ട്രിപ്പ് വെച്ച് എടുക്കുമ്പോൾ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ ഹെയർ ഗ്രോത്ത് കുറയുന്നുണ്ട് കേട്ടോ. എനിക്ക് കയ്യിലൊക്കെ നല്ല ഹെയർ ഗ്രോത്ത് ഉണ്ടായിരുന്നു. പക്ഷേ നന്നായിട്ട് ഹെയർ ഗ്രോത്ത് കുറയുന്നുണ്ട്. പക്ഷേ നമ്മൾ റേസർ എന്തെങ്കിലും വെച്ച് തൊട്ട് കഴിഞ്ഞാൽ തീർന്നു. അതുകൊണ്ടാണ് ഞാൻ ഇത് തന്നെ യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇനി ഇതേ സിമ്പിളാണ്. ദേ ഇവിടെ വെച്ച് നമ്മളിങ്ങനെ ഇതിനെ ഒന്ന് സ്ട്രിപ്പ് രണ്ടാക്കി എടുക്കുക കേട്ടോ. ദേ നമ്മളിങ്ങനെ സ്ട്രിപ്പ് ഒട്ടിച്ച് താഴോട്ടൊന്ന് തടവുക. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ദേ തീർന്നു. സിമ്പിളാണേ. നമുക്ക് തന്നെ ചെയ്യാവുന്നൊരു കാര്യമാണ്. ആരുടെയും ഹെൽപ്പ് വേണ്ട. ദേ കണ്ടോ, ഇതാണ് ഫൈനലി നമ്മുടെ ഹെയറൊക്കെ ഇതിൽ പറ്റിയിരിപ്പുണ്ട്. പാദത്തിലെ നെയിൽ പോളിഷ് എല്ലാം പോയി അത്യാവശ്യം വൃത്തികേടായിട്ട് ഇരിപ്പുണ്ട്. നമുക്ക് ആദ്യം നെയിൽ പോളിഷൊക്കെ ഒന്ന് റിമൂവ് ആക്കാവേ. ദേ നെയിൽ പോളിഷ് എല്ലാം റിമൂവ് ആക്കി ഇനി നമുക്ക് കാല് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യാവേ. നമ്മൾ കാല് ക്ലീൻ ആക്കാൻ വേണ്ടി ചെറിയ ചൂടുവെള്ളം എടുത്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് കുറച്ച് കല്ലുപ്പ് ആഡ് ചെയ്യാം കേട്ടോ. കുറച്ച് കല്ലുപ്പ് ആഡ് ചെയ്തു. നെക്സ്റ്റ് നമുക്ക് കുറച്ച് ഷാമ്പു ആഡ് ചെയ്യാം. ഒരു നാരങ്ങ കൂടി ഒന്ന് പിഴിഞ്ഞൊഴിക്കാവേ. ജസ്റ്റ് ഈ വെള്ളത്തിലോട്ട് നമുക്ക് നമ്മുടെ കാലൊന്ന് മുക്കി വെച്ച് കൊടുക്കാം. ഒരു 15 മിനിറ്റ് നമ്മളിങ്ങനെ കാല് മുക്കി വെച്ചതിന് ശേഷം ഒന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ അഴുക്കും മാറി നല്ല വൃത്തിയാവും കേട്ടോ. ഇപ്പോൾ ഒരു 15 മിനിറ്റ് നമ്മൾ കാല് സോക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഇതിനെ ഒന്ന് ക്ലീൻ ആക്കാവേ കാല്. അങ്ങനെ ദേ നമ്മുടെ പാദമൊക്കെ നല്ല ക്ലീൻ ആയിട്ടുണ്ട്. ഇപ്പം നമ്മൾ ക്ലീനിങ് പ്രോസസ്സൊക്കെ ഏകദേശം ആയിട്ടുണ്ട്. നമ്മൾ ഹെയറൊക്കെ നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട്, കാലൊക്കെ ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡി ഫുള്ള് ഏതെങ്കിലും ഒരു ഓയിലിട്ട് മസാജ് ചെയ്യുക. ബോഡി മസാജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് മഞ്ഞളിട്ട് കാച്ചിയ വെളിച്ചെണ്ണയാണ്. അതായത് നല്ല പച്ച മഞ്ഞളില്ലേ, അത് വെളിച്ചെണ്ണയിലിട്ട് കാച്ചി എടുത്തതാണ്. എനിക്ക് ഈ എണ്ണ നല്ല സ്കിന്നിന് നല്ലതാണ് കേട്ടോ. ഇനി മഞ്ഞൾ അലർജി ഉള്ള ആൾക്കാരുണ്ട്, അവരാണെങ്കിൽ ക്യാരറ്റ് ഓയിലോ നാൽപ്പാമരാതി എണ്ണയോ ഇനി ഒന്നും ഇല്ലെങ്കിൽ നമ്മുടെ പ്യുവർ വെളിച്ചെണ്ണയോ നല്ലെണ്ണയോ മാത്രം മതി. കാരണം നമ്മുടെ ഈ ആഴ്ചയിലൊരിക്കൽ നമ്മൾ ഈ ബോഡിയിൽ എണ്ണയിട്ട് ഒന്ന് മസാജ് ചെയ്ത് കുളിക്കുന്നതാണ് നമ്മുടെ ആ സ്കിന്നിൻ്റെ ഗ്ലോ നിലനിർത്തുന്നതും നമുക്ക് കുറച്ച് യങ്ങായിട്ട് ഫീൽ ചെയ്യുന്നതും കുറച്ച് നമ്മൾ ഹെൽത്തി ആക്കി വയ്ക്കും. നമ്മൾ തന്നെ ഒരു റിലാക്സായി നമ്മൾ തന്നെ ഒന്ന് ഫ്രഷായി റീഫ്രഷായിട്ട് വരാൻ ഈ ഓയിൽ മസാജിനെ പോലെ പറ്റിയ വേറെ ഒന്നുമില്ല കേട്ടോ. ഇന്നിപ്പോൾ കാല് ക്ലീൻ ചെയ്ത സമയത്ത് ഒന്നും ഞാൻ ഒരു മസാജും ചെയ്തില്ലായിരുന്നു. കാരണം എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ പെഡിക്യൂർ അല്ല ഉദ്ദേശിക്കുന്നത്. നമ്മളിപ്പോൾ ഓയിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ഓയിലിട്ട് കൈയും കാലും ഒക്കെ മസാജ് ചെയ്താൽ മതി. അത്രയും മാത്രം മതി നമ്മുടെ ബോഡി നല്ല ഫ്രഷ് ആയിട്ടിരിക്കാൻ കേട്ടോ. അതുപോലെ തന്നെ ഫേസിലത്തേക്ക് വേണ്ടി ഇന്ന് നമ്മൾ ഒന്നും ചെയ്യുന്നില്ല. കാരണം ആഴ്ചയിൽ അല്ലാത്ത ദിവസങ്ങളിൽ നമ്മൾ ഫേസ് എന്തെങ്കിലുമൊക്കെ
ചെയ്ത് ക്ലിയർ ആക്കാറുണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ ഫേസിൽ വേറെ ഒന്നും ചെയ്യേണ്ട, ജസ്റ്റ് ഈ ഒരു ഓയിലിട്ട് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. ഫുൾ ഓയിൽ മസാജ് മാത്രമാണ് ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇതാ ഓയിലെടുത്തു ഒന്ന് ഫേസിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ പച്ചമഞ്ഞളിട്ട് കാച്ചിയ എണ്ണയാണ്. അപ്പോൾ അധികം മഞ്ഞളിൻ്റെ കളറൊന്നും ഇങ്ങനെ വരത്തില്ല, ചെറിയൊരു മഞ്ഞളിൻ്റെ സ്റ്റെയിനേ ഉണ്ടാകത്തുള്ളൂ. പിന്നെ ഇത് സ്കിന്നിൽ നമുക്ക് അലർജീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നല്ലതാണ്. നമ്മൾ കയ്യിലൊക്കെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കണേ. ഈ പച്ചമഞ്ഞൾ അലർജി ഇല്ലാത്തവർക്ക് ഭയങ്കര നല്ലതാണ് കേട്ടോ ഈ മഞ്ഞളിട്ട് കാച്ചിയ ഓയിൽ എന്ന് പറഞ്ഞാൽ. അമ്മുക്കുട്ടി കുഞ്ഞായിരുന്ന സമയത്ത് ഞാൻ അവളെ കുളിപ്പിക്കുമ്പോൾ അവൾക്ക് മഞ്ഞൾ തേക്കുമ്പോൾ അവൾ കിടന്ന് നിലവിളിക്കും. അപ്പോൾ ഇങ്ങനെ എണ്ണയും മഞ്ഞളും കൂടെ ഒരുമിച്ച് ഞങ്ങൾ കാച്ചി തേച്ച് കൊടുത്താണ് കുളിപ്പിച്ചത്. പക്ഷേ സ്കിന്നൊക്കെ നല്ല പെർഫെക്റ്റ് ആണ് അവളുടേത്. സോ മഞ്ഞൾ പറ്റുന്നവർ ഈ എണ്ണ യൂസ് ചെയ്യുക, ഇല്ലെങ്കിൽ വെറും എണ്ണയായാലും മതി. ഞാൻ അല്ലാത്ത ദിവസങ്ങളിൽ നൈറ്റിൽ ഫേസിൽ അത്യാവശ്യം മസാജൊക്കെ ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നിപ്പം നമ്മൾ വലിയ മസാജും കാര്യങ്ങളോ ഒന്നും ആവശ്യമില്ല. ജസ്റ്റ് ഒരു ഓയിലിട്ട് നമുക്കൊന്നത് ബോഡിയിൽ പിടിക്കാൻ വേണ്ടിയിട്ടേ ഒന്ന് മസാജ് ചെയ്താൽ മതി കേട്ടോ. നമ്മൾ ഈ കൈയൊക്കെ മസാജ് ചെയ്യുന്ന സമയത്ത് പ്രത്യേകിച്ച് ഈ രീതിയിലേ മസാജ് ചെയ്യാവോ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. നമ്മൾ ജസ്റ്റ് ഒന്ന് നല്ല രീതിയിലൊന്ന് നമുക്ക് പറ്റുന്ന രീതിയിലൊന്ന് മസാജ് ചെയ്ത് കൊടുത്താൽ മതി. കൈയൊക്കെ നല്ല ഭംഗിയാവേ. കൈയൊക്കെ ഇങ്ങനെ നിവർത്തി ഇങ്ങനെയൊക്കെ വരുമ്പോൾ വിരലിനൊക്കെ നല്ലൊരു ആയാസം കിട്ടും. ഇനി നമ്മൾ എണ്ണയൊക്കെ ഇട്ട് കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം ഒരു 1 hour നമ്മൾ നന്നായിട്ട് റിലാക്സ് ചെയ്യണം. അത് ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പ്ലാസ്റ്റിക്കിലുള്ള ഷീറ്റോ എന്തെങ്കിലും വിരിച്ചിട്ട് 1 hour നമ്മൾ ബെഡിൽ നല്ല നിവർന്ന് കിടക്കുകയാണെങ്കിൽ നമ്മളെ നടുവിനും ഒക്കെ ഒന്ന് നല്ല റിലാക്സ് കിട്ടും. ഈ 1 hour കഴിഞ്ഞതിന് ശേഷം ചെറു ചൂടുവെള്ളത്തിൽ കുളിക്കാൻ പറ്റിയ ഏറ്റവും നല്ലതാണ്. കഴിഞ്ഞിട്ട് നമ്മൾ കുളിക്കുമ്പോൾ ജസ്റ്റ് ഒരു മൈൽഡ് ഷാമ്പു യൂസ് ചെയ്യുക. അപ്പോൾ തന്നെ നമ്മുടെ ഹെയറിലെ ഓയിൽ അത്രയും പോകും. അതോടൊപ്പം തന്നെ പയറുപൊടി യൂസ് ചെയ്യുന്നവർക്ക് പയറുപൊടി യൂസ് ചെയ്ത് കുളിക്കാം. പിന്നെ അതില്ലെങ്കിലും നമ്മൾ മൈൽഡായിട്ടുള്ള ഏതെങ്കിലും സോപ്പ് ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്ത് കളയുക. കാരണം ഈ 1 hour ആകുമ്പോൾ തന്നെ നമ്മളെ ബോഡിയിലേക്ക് ആവശ്യമുള്ള ഓയിലെല്ലാം അബ്സോർബ് ചെയ്തിട്ടുണ്ടാവുമേ. അപ്പം ഞാനും ഇനി ബോഡി ഫുള്ള് ഓയിലൊക്കെ തേച്ചിട്ട് ജസ്റ്റ് ഒന്ന് റിലാക്സ് ചെയ്തിട്ട് പെട്ടെന്ന് കുളിച്ചിട്ട് വരാം കേട്ടോ. അപ്പം ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് ഫ്രഷ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ എന്നെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ, നല്ല ഫ്രഷ് ആയിട്ടുണ്ട്. ഇത് വെറുതെ പറയുന്നതല്ല, നമ്മൾ ആഴ്ചയിൽ ഒരിക്കൽ ഇങ്ങനെ കുളിക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു ഉണർവ് കിട്ടും നമ്മുടെ ശരീരത്തിന്. ഇനിയിപ്പോൾ കുളിച്ച് നല്ല റിലാക്സ് ആയപ്പോൾ നന്നായിട്ടൊന്ന് ഉറങ്ങാൻ തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ഉറക്കവും കൂടി ആയിക്കഴിഞ്ഞാൽ നമ്മൾ ഒരാഴ്ചത്തെ എനർജി സേവ് ചെയ്തെന്നാണ് തോന്നുന്നത്. അതെ, നമ്മുടെ സ്കിന്നിനൊക്കെ ഇപ്പം തന്നെ ആദ്യം ഇരുന്നത് പോലെ അല്ലല്ലോ. ഇപ്പോൾ നല്ലൊരു നമ്മുടെ കണ്ണൊക്കെ ഒന്ന് ഫ്രഷായി നല്ലൊരു കുളിർമ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് ഉടനെ കാണാം. ബൈ ബൈ.